പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 96 വയസ്സുള്ള അന്നമ്മ എന്ന പേരിലുള്ള മരണപ്പെട്ട സ്ത്രീയുടെ പേരിലുള്ള വോട്ട് മരുമകൾ അന്നമ്മ ചെയ്തു എന്നൊരു പരാതി പത്തനംതിട്ട ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 2 പേർക്കെതിരെ കേസെടുത്തിരുന്നു. BLOയ്ക്കും അതുപോലെ തന്നെ വാർഡംഗം ശുഭാനന്ദനുമെതിരെ. BLO അമ്പിളിയെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ഇപ്പോൾ വാർഡംഗം ശുഭാനന്ദൻ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ എത്തിയിരിക്കുകയാണ്. അങ്ങക്കെതിരെ കൃത്യമായിട്ടുള്ളൊരു പരാതിയാണ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരുന്നത്. ഈ മരണപ്പെട്ട സ്ത്രീയുടെ പേരിലുള്ള വോട്ട് മരുമകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അങ്ങ് ഇടപെട്ടു എന്നാണ് ഒരു പരാതി ഉയർന്നിരുന്നത്. എന്താണ് അക്കാര്യത്തിൽ അങ്ങയുടെ ഒരു വിശദീകരണം? എന്താണ്? ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വന്നതാണല്ലോ. ആ വോട്ടിനെ കുറിച്ച് യാതൊരു എനിക്കറിയത്തില്ല. ഞാനെങ്ങനെ അറിയുന്നത്? എനിക്ക് യാതൊരു ബന്ധവുമില്ല. നേരത്തെ പിന്നെ 2 പേരുടെയും പേരൊന്നും മാത്രമേ എനിക്കറിയാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി ചോദിച്ചാൽ അതൊക്കെ ഉദ്യോഗസ്ഥരുടെ കുഴപ്പമോ അവരുടെ നല്ല കാര്യമോ എന്താണ് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങയുടെ പേര് ശുഭാനന്ദൻ എന്ന വാടകത്തിൻ്റെ പേര് തന്നെ പരാതിയിൽ ഉൾപ്പെടുത്താൻ ഒരു കാരണം? രാഷ്ട്രീയമായിട്ടുള്ള ഒരു വൈരാഗ്യമായിരിക്കും. ഇലക്ഷൻ കാലത്ത് ഞാൻ ഇറങ്ങാതിരിക്കാനും അതിന് എന്നെ അറസ്റ്റ് ചെയ്ത് അങ്ങ് അകത്താക്കി കളയാമെന്നൊക്കെ ആയിരിക്കും അവർ വിചാരിച്ചിരുന്നത്. അതായിരിക്കും. നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹാജരാകാൻ പോകുന്നു. എന്ത് നിലപാടാണ് അങ്ങ് എടുക്കുക? ഞാൻ എൻ്റെ ആ സത്യസന്ധത പറയുക, അല്ല മറ്റെന്ത് കാര്യം ഒക്കെയാണ്. എനിക്ക് നോട്ടീസൊന്നും തന്നിട്ടില്ല. ഇവിടുന്ന് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരിക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് വന്നു. ഇടതുപക്ഷമാണല്ലോ അങ്ങേക്കെതിരെ സ്വാഭാവികമായിട്ടും പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? നിങ്ങളൊരു നിലപാട് എങ്ങനെയാണ്? ഇത് തികച്ചും നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ഒരു വീഴ്ച, ആ വീഴ്ച മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെ 2ാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. അതിനെ ഞങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതിൻ്റെ ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും ഞങ്ങൾ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഞങ്ങൾക്കെതിരെ വ്യാജ പരാതി കൊടുത്ത 2 പേർക്കെതിരെ 23-ാം തീയതി തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഇതുവരെ അവരെ വിളിച്ച് ഒരു അന്വേഷണം ഇവർ നടത്തിയിട്ടില്ല. ഇത് പ്യുവർലി ഒരു ഒഫീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്. 2 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും BLOയും ഉൾപ്പെട്ട സംഘമാണല്ലോ കിടപ്പ് രോഗിയായിട്ടുള്ള മരുമകളായിട്ടുള്ള അന്നമ്മയുടെ വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് BLO അമ്പിളി തന്നെ ജില്ലാ ഭരണാധികാരി സമക്ഷം പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് എന്താണ്? ഇത് എന്ന് പറഞ്ഞാൽ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആരാണോ ഈ കള്ളവോട്ട് ചെയ്തത് ആ ആളിൻ്റെ പേരിലാണ് കേസെടുക്കേണ്ടത്. ഇനി ഉദ്യോഗസ്ഥലത്തിലെ വീഴ്ചയാണെങ്കിൽ ആ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണോ അവിടെ ഹാജരായത് അവരുടെ എല്ലാം പേരിൽ കേസെടുക്കണം. ഇവിടെ BLOയെ ബലിയാടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആബ്സെൻറ്റി വോട്ടർ അപേക്ഷിക്കുമ്പോൾ അതോടൊപ്പം ഒരു സാക്ഷ്യപത്രം വെക്കണം. ആ സാക്ഷ്യപത്രം വെക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ആ സാക്ഷ്യപത്രം എന്തായാലും മരിച്ച ആളിൻ്റെ പേരിലല്ലല്ലോ, ജീവിച്ചിരിക്കുന്ന ആബ്സെൻറ്റി വോട്ടിന് അർഹതയുള്ള ആളിൻ്റെ പേരിലാണ് സാക്ഷ്യപത്രം കൊടുത്തിട്ടുള്ളത്. ആ സാക്ഷ്യപത്രവും 12Cയും തമ്മിൽ വെരിഫൈ ചെയ്യേണ്ട ജോലി ആറന്മുളയിലെ ഉപഭരണാധികാരിക്കാണ്. എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? അത് വെരിഫൈ ചെയ്തിരുന്നുവെങ്കിൽ ഇത് മരിച്ച വോട്ടറാണെന്ന് അവർക്ക് അപ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാമായിരുന്നു. അപ്പോൾ അവിടെ ഒരു വളരെ നിരുത്തരവാദപരമായ സമീപനം ഈ ഉപഭരണാധികാരിയുടെ ഓഫീസിൽ നിന്നുണ്ടായി. ഇനി അതുമാത്രമല്ല, ഒരു ടീമിനെ നിയോഗിക്കും. ആ ടീം ഇവിടെ വീട്ടിൽ വന്നിട്ട് ഈ വോട്ടറെ ഐഡൻറ്റിഫൈ ചെയ്യണം. അവിടെ മെമ്പർക്ക് എന്താ ജോലി? മെമ്പർ അവിടെ പോയിട്ടില്ലല്ലോ. അങ്ങനെ വോട്ടറെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആ വോട്ടറുടെ ആധാർ കാർഡ് വാങ്ങി പരിശോധിക്കേണ്ട ബാധ്യത പോളിംഗ് ഓഫീസർക്കാണ്. തന്നെയുമല്ല, ഈ വരുന്ന അപേക്ഷ വെരിഫൈ ചെയ്യാൻ ഒരു നോഡൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. അപ്പം നോഡൽ ഓഫീസർ പ്രതിയല്ല, ഈ കേസിലെ പ്രിസൈഡിംഗ് ഓഫീസർ പ്രതിയല്ല, പോളിംഗ് ടീമിൽ ഉണ്ടായിരുന്ന ആളുകൾ പ്രതിയല്ല, ഈ വോട്ടർ ID കാർഡ് പരിശോധിച്ച ഉദ്യോഗസ്ഥൻ പ്രതിയല്ല. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു പഞ്ചായത്ത് മെമ്പറെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയാക്കി? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇതിനകത്ത് നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും, ഏതറ്റം വരെയും പോകും. ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. തന്നെയുമല്ല, ഇതിനകത്ത് ഈ ജയയുടെ പരാതി എന്താ? ഗൂഢാലോചന നടത്തിയെന്നാണ്. ഗൂഢാലോചന നടത്തിയാലൊന്നും 171Dയും 171F നിൽക്കത്തില്ല. ഇദ്ദേഹം പോയി പ്രേരിപ്പിക്കണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനിയും ഇദ്ദേഹം അങ്ങനെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കേണ്ടത് പോളിംഗിന് വന്ന ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർ പരാതിയും കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിന് പരാതി കൊടുക്കുന്നത് CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണോ? ഇതെവിടുത്തെ നിയമം ഇത്? അതിനെ ഞങ്ങൾ വിടില്ല. നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടും, ഏതറ്റം വരെയും പോകും. ഏതായാലും ഈയൊരു കള്ളവോട്ട് സംബന്ധിച്ച പരാതി, അതായത് മരിച്ചുപോയ സ്ത്രീയുടെ പേരിൽ മറ്റൊരാൾ വോട്ട് ചെയ്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ വാർഡംഗം ശുഭാനന്ദൻ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ എത്തിയിരിക്കുന്നത്. ഏതായാലും താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് തന്നെയാണ് ശുഭാനന്ദനും ഒപ്പം തന്നെ കൂടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.